ഇന്ന് നമ്മൾ തമിഴ്നാട്ടിലാണുള്ളത്. അടവിനൈനാർ ഡാം എന്ന് പറഞ്ഞൊരു ഡാം കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, നമ്മൾ കേരളത്തിൽ നിന്ന് ചെങ്കോട്ട വന്നതും നല്ല സീനിക് റൈഡായിരുന്നു. ഈ ഗ്രാമത്തിൽ വന്ന് എത്തിയത് വരെ ഇന്നലത്തെ വീഡിയോയിലായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇവിടെ നിന്ന് അടവിനൈനാർ ഡാം കാണാൻ പോവുകയാണ്. പോണ വഴിക്കാണ് ഈ മനോഹരമായ കാഴ്ച കണ്ടത്. ഗൈസ്, അങ്ങനെയാണ് പെസ്റ്റിസൈഡ് ആയിരിക്കുമല്ലേ നമ്മളെപ്പോഴും ഹോപ്പ് ഫോർ ദ ഗുഡ്. ഇവരിങ്ങനെ അടിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കളകൾ ഒരുപാട്. ഇപ്പോൾ അവിടെ കണ്ട ഈ നട്ടിരിക്കുന്ന നെല്ലിൻ്റെ കൂടെ കളകൾ കണ്ട. ഇത് ഉള്ളിയാണെന്ന് തോന്നുന്നു കേട്ടോ, ചെറിയ ഉള്ളിയാണെന്ന് തോന്നുന്നു. നെല്ലൊന്നും അല്ല ഇത് ചെറിയ ഉള്ളി. ഇത് ചെറിയ ഉള്ളിയാണ് ഗൈസ്. സെറ്റപ്പ് അല്ലേ. ഇതോ അവിടെ ചെറിയ ഉള്ളി വാരി ഇട്ടിട്ടുണ്ട് കണ്ടാ. ഇതോടെ ഇങ്ങോട്ട് കുറേ അപ്പൂപ്പന്മാർ ഇരിക്കണമൊക്കെ അവിടെ. അമ്പലം, 3-4 അപ്പൂപ്പന്മാർ, ഒരു വലിയ ആൽമരം. സെറ്റപ്പ് തന്നെ കേട്ടാ. എന്ത് അന്തരീക്ഷം. രാവിലെ വന്നിരിക്കുക, രാവിലെ 9 മണിയാകുമ്പോൾ കുളിച്ചിവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുക. ചെറിയുള്ളി കൃഷി തന്നെ. അവരിതോ പാടത്ത് പണിയെടുക്കണ്. ഫുഡൊക്കെ കൊണ്ട്, ഫുഡ് വെള്ളം എല്ലാം ഒരു കവറിൽ വെച്ചിരിക്കണുണ്ട. വമ്പൻ മല. ഇത് ഇവിടെയും ചേട്ടൻ എന്തോ സാധനം അടിച്ചിട്ട് പോകുന്നു. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, നമ്മൾ തമിഴ്നാട് കയറിയപ്പോൾ മേടിച്ച് വാങ്ങാണ്. പഴുത്തിട്ടില്ല. കുറച്ചുകൂടെ മധുരം ഉണ്ടെങ്കിൽ പൊളിക്കും. ചക്ക അടിപൊളിടാ, നല്ല അടിപൊളി. അല്ല, അറിഞ്ഞൂടാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഒരു ചക്കയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. കഴിഞ്ഞ വീഡിയോ കണ്ടില്ലെങ്കിലോ വേറെ വഴിയോ, നമ്മളൊരു ചക്കയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, വരിക്ക ചക്ക. നമ്മളെ വീട്ടിൽ ചക്ക ഉണ്ട്, പക്ഷെ അത് മറ്റേ കൂഴി ചക്കയാണ്. ജംഗ്ഷൻ, ഏതോ ജംഗ്ഷനിലെത്തി നമ്മള്. കടകൾ കണ്ട, അടിപൊളി പഴമ ഗ്രാമം. തമിഴ് സിനിമയിലൊക്കെ കാണുമല്ലോ, അതേ സ്ഥലം. കൺകളിരണ്ട അതുപോലത്തെ ആൾക്കാര്. കൃഷി മിക്ക പോക്കറ്റ് റോഡ്സും കോൺക്രീറ്റഡ് ആണ്, ടാർഡ് അല്ല. അതാണ് അറിഞ്ഞൂടാ. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്നറിയോ, നമ്മൾ ചില സമയത്ത് റൂട്ട് ഇടുമ്പോഴത്തേക്കും നമ്മളെ ഇങ്ങനെ ഈ റൂട്ട് മാറ്റിയൊക്കെ കൊണ്ടുപോകും. എനിക്ക് റൂട്ട് നോക്കട്ടെ, വഴി തെറ്റിയെന്നാണ്. എങ്ങോട്ട് പോകും? വലത്തോട്ട് ഇടത്തോട്ടേ. എന്റെ കണ്ണ് ടെസ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. വടക്കം മക്കളെ. ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ. ഇത് മറ്റേ സംഭവം, മറ്റേ ഇങ്ങനെ പരസ്പരം ചുവപ്പ് കളറിട്ടത് കാള പറഞ്ഞു. പശു സോറി. വലത്തോട്ടൊക്കെ തുമ്പയും തുളസിയും പൂ. ഓമ്പോ, ഇത് അവിടെ കാണാൻ പറ്റും, ഡാം കാണാൻ പറ്റും. വേണ്ട, അടിപൊളി കേട്ടാ. അടവിനൈനാർ ഡാം. അതെ, ഷട്ടർ ഇല്ലാത്ത ഡാമാണെന്ന് തോന്നുന്നു കേട്ടോ. ഓ അടിപൊളി കേട്ടോ. വ്യൂ മോള് എന്ത് വ്യൂ അല്ലേ മോ. നമ്മൾ എത്ര പ്രാവശ്യം ചെങ്കോട്ടയെ വന്ന്, എന്നിട്ട് ഇവിടെ വരാത്തെന്ത്? അടിപൊളി സ്ഥലല്ലേ. അതാണ് അതിന്റെ രസം, മനസ്സിലായത്? നമ്മൾ സാധാരണ കാണുമ്പം ഏതെങ്കിലും ഒരു സൈഡായിരിക്കും. ഇത് ഫുൾ അടിപൊളി കേട്ടോ. അതോ ട്രാക്ടർ വേണോ നോക്ക്. അതെ, കൃഷികൾ. ഓ സൂപ്പർ അല്ലേ ഇത് കാണാൻ. ഇത് ഇത്രയും സെറ്റാണ് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. വണ്ടർഫുൾ. പാലം പണി എന്തോ നടക്കണുണ്ട് കേട്ടോ അവിടെ. അങ്ങോട്ട് വിടോ എന്തോ. ഉണ്ണാല് മുടിയാതെ തമ്പി പരമശിവൻ. അങ്ങനല്ലല്ലോ, ഉണ്ണാട് മുടിയാടുന്ന നിനക്ക് പറ്റൂലെന്നല്ലേ. അങ്ങോട്ട് പോകാൻ പറ്റില്ലെന്ന് പറയണ എന്താണ്? അങ്ങേ പോകാൻ മുടിയുമാ അണ്ണാ, പോകാൻ മുടിയുമാ അണ്ണാ? നല്ല സൂക്ഷിച്ച് വേണം പോകാൻ കേട്ടാ. മണ്ണൊക്കെ, ഈ പാലത്തിന്റെ പണിയാണ് നടക്കുന്നത് കേട്ടോ. അതാണ് അവർ ആ റോഡ് ക്ലോസ്ഡ് എന്ന് അവിടെ എഴുതി വെച്ചിരുന്നത്. തൽക്കാലം പോകാനുള്ള ഒരു ചെറിയ സെറ്റപ്പ് ഉണ്ട്, മൺ സെറ്റപ്പ്.
നമ്മൾ സക്സസ്ഫുള്ളി കടന്നിരിക്കുന്നു ഡാം പാലോ ഡാം. വണ്ടി അതിലോട്ട് കയറിയപ്പോഴേ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇരുന്നായിരുന്നേ, മണ്ണത്ര ഉറപ്പില്ല. അതും കൂടെ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. ഇത് കറക്റ്റ് കാട്ടുകോഴിയുടെ സൈസാണ് കേട്ടോ. ഈ നാടൻ കോഴിക്കൊക്കെ സ്ലിമ്മ്, നല്ല സ്ലിമ്മ്. നമ്മൾ ഈ കാട്ടിൽ കാണുന്ന വാ വാ വരിക വരണ ഇവിടെ വരണ തുറക്കട്ട. നല്ല തമിഴ് ഇടി കിട്ടും. കാരണം ഇവര് മറ്റേ ഈ സൺഡേ സേവൽ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഈ സേവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൺകോഴിയാണെന്നാണ് എൻ്റെ ഒരു അറിവ്. സൺഡേ സേവൽ നമ്മൾ കോഴി കോഴി അല്ല അല്ല ഫൈറ്റിംഗ് കോഴി. ഓ സൺഡേ സമയം ഞായറാഴ്ച മാത്രം അങ്ങനെയല്ല, ഇതിങ്ങനെ പരസ്പരം ഫൈറ്റ് ചെയ്യും. ഒരു സിനിമയൊക്കെ ഉണ്ടായിരുന്നു, ആടുകലം എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഉണ്ട്. ആടുകലം ആടുകളം സോറി. അപ്പൊ ആടുകളം എന്നൊരു സീരിയൽ ഉണ്ടായിരുന്നു. സീരിയല്ല, സിനിമ ഉണ്ടായിരുന്നു. എല്ലാം അറിയാം, ധനുഷിന്റെ സിനിമയായിരുന്നേ. അപ്പൊ അതിലിങ്ങനെ കാണിക്കണുണ്ടായിരുന്നു. അപ്പൊ നമ്മളിതേ നമ്മുടെ അടവി നൈനാർ ഡാമിന്റെ എൻട്രൻസിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇവിടെ ചെറിയ കടകളൊക്കെ ഉണ്ട് കേട്ടോ, ചെറിയ സ്നാക്സ് ഒക്കെ മേടിക്കാനായിട്ട് ചെറിയ കടകളൊക്കെ ഉണ്ട്. നല്ല കിടിലൻ ഡാം അല്ലേ. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷട്ടർ ഇല്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ എനിക്കൊന്ന് ഓവർഫ്ലോ ആയി പോണതായിരിക്കും. വെള്ളം കൂടുമ്പോഴത്തേക്കും അല്ല തുറക്കെ അടയ്ക്കൂല, ഓവർഫ്ലോ ആയി പോവും. വെള്ളം ഡാമിന്റെ ലെവലിൽ കൂടുതലാകുമ്പോഴത്തേക്കും ഓവർഫ്ലോ ആവും. അടിപൊളി. അതെന്നാ സാധനം? റിസോർട്ട് ആൻഡ് ഹിൽ ബംഗ്ലോ. ഓ അങ്ങനെ. ഇത് കണ്ടോ നേരെ ഓ വ്യൂ വെള്ളം മേളിൽ നിന്ന് ഓവർഫ്ലോ ചെയ്ത് വരും. ഇല്ല, മേളിൽ കൂടെ ഓവർഫ്ലോ ചെയ്ത് ഇങ്ങനെ വരും. ഇപ്പൊ ക്ലോസ്ഡ് അല്ല, വെള്ളമില്ല. ഇത് കൊള്ളാല്ലേ, തൊട്ടടുത്തൂടെ നമുക്ക് വണ്ടി പോകാൻ പറ്റും. അപ്പൊ വെള്ളം എവിടെ കൂടെ പോവും? നമ്മളിപ്പോ വെള്ളത്തിന്റെ അവിടെ കൂടെ അല്ലേ പോണ? ഈ താഴെ വഴി പോകും കേട്ടോ, വലിയ ഒഴുക്കില്ലായിരിക്കും കേട്ടാ. അല്ലെങ്കിൽ എനിക്കൊന്നും ഇത് ചപ്പാത്ത് പോലെ വെള്ളം ഇതിന്റെ പുറത്തോടെ അങ്ങ് പോവുമായിരിക്കും. അത് തന്നെ മേളിൽ പോകാൻ പറ്റും തോന്നുന്നു. മറ്റേ ആട് നോക്ക്, കണ്ട ആട് കണ്ട? ആട് കാള ഇതെല്ലാം നോക്ക്. ആട് കണ്ട ഒരു സ്കേറിക്കണ. എൻ്റെ അമ്പോ, ഇത് കൊള്ളാം കേട്ടോ. ഫുൾ ടൂറ് നമുക്ക് ഫുള്ള് കിട്ടുന്നുണ്ട്. നമ്മളെ ഇടുക്കി ഡാമിൻ്റെ ഒന്നും പരിസരത്തൊന്നും പെട്ടെന്ന് പോകാൻ പറ്റില്ല, കുറേ റെസ്ട്രിക്റ്റഡ് ഏരിയ ഉണ്ട്. ഇവിടെ കുഴപ്പമില്ലാന്ന് തോന്നുന്നു, അടച്ചിട്ടിരിക്കുകയാണ്. വീണ്ടും സന്ധിക്കും വരെ വണക്കം. ഇത് PWD റോഡാണ്, PWD കയറിക്കൂടായിരിക്കും. അടച്ചിട്ടിരിക്കുന്നു. നല്ല വലിപ്പമുണ്ട് കേട്ടോ. നിങ്ങൾ ആ ആടിനെ പശുവിനെ വെച്ചൊന്ന് കമ്പയർ ചെയ്താൽ മതി, എത്ര വലിപ്പമുണ്ടെന്ന് മനസ്സിലാവും അല്ലേ. ഇവിടെ ഒരു ചെറിയ പാർക്കുണ്ട് കേട്ടോ, അവിടെ കുറച്ച് പിള്ളേരൊക്കെ വന്ന് കളിക്കുന്നത് അത്രേ ഉള്ളൂ. അണ്ണാ இந்த ഡാമുക്ക് മുകളിൽ പോകാൻ മുടിയാതാ? ഇതിലേ പോകാൻ മുടിയാ? ഇതുവഴി പോകാൻ പറ്റുമോ? ഒരു ചേട്ടനെ കണ്ടായിരുന്നു വഴിയിൽ. അപ്പോൾ പുള്ളി പറഞ്ഞത് ഇതുവഴി അങ്ങോട്ടും ഒന്നും പറഞ്ഞില്ല, ഇങ്ങനെ കൈ കൊണ്ട് കാണിച്ചു. അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് പോയി നോക്കാം. ചിലപ്പോ മേളിൽ പോകാൻ പറ്റിയാലോ. മേളിൽ പോകാൻ പറ്റുമെന്നാണ് വിശ്വാസത്തോടെ വന്നത്. പക്ഷെ അപ്പുറത്തോടെ നമ്മൾ ആദ്യം പോയ എൻട്രി കൂടെ ക്ലോസ്ഡ് ആണ്. അവിടെ ഒരു പാർക്കാണ് സത്യത്തില്, പിള്ളേരൊക്കെ കളിക്കുന്നേ ഉള്ളൂ. ഫുൾ കോൺക്രീറ്റ് റോഡ്. പക്ഷെ നമ്മൾ ബൈ ദ വേ നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോണേന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. അയാൾ അങ്ങോട്ട് വലത്തോട്ട് ഇങ്ങനെ കൈ കാണിച്ച് അങ്ങോട്ട് നമ്മൾ പോകുന്നു. വേണ്ട, നമുക്ക് പോയി നോക്കാം. തമ്പി இந்த റോഡ് ഡാമിക്ക് മുകളിൽ പോണ അങ്ങനെ ഡാമിന്റെ മുകളിൽ പോകുന്നതാണ്. വന്ന സ്ഥലം നോക്ക്. പിന്നെ വേറെ കാര്യം, പിന്നെ ഈ റോഡാണെങ്കിലേ എപ്പോ വേണോ ചറുകി വീഴുന്നുള്ള ഇരിക്കുന്ന കേട്ടോ. ഭയങ്കര സ്ലിപ്പറി ആയിട്ട് തോന്നുന്നു. അല്ല എന്ന് പറഞ്ഞാൽ പോളിഷ് ചെയ്തിട്ടിരിക്കും പോലെ. കോൺക്രീറ്റ് ഒരു ഇതില്ല, ഗ്രിപ്പില്ല. അങ്ങനെ നമ്മൾ മേളിലെത്തിയിരിക്കുകയാണ് സക്സസ്ഫുള്ളി. സാധാരണ ഇങ്ങോട്ടൊന്നും വിടൂല, അവർ അവിടെ വെച്ച് ബ്ലോക്ക് ചെയ്യുമെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇന്ന് എന്താന്തോ നമുക്ക് കയറി വരാൻ പറ്റി.
ഇന്ന് എന്ത് കയറ്റി വിടുന്ന അവർക്കൊന്നും പോലും അറിഞ്ഞൂടാ. കാരണം എന്താ പറയുക, നിങ്ങൾ എങ്ങനെ വന്നതെന്നാണ് അവർ ആലോചിക്കുന്നത്. സാധാരണ ഇവിടെ കയറ്റി വിടാറില്ലെന്ന്. എന്താ ഇത് കുറച്ചൊരു റിസ്ക് ആണ്. കുറച്ച് അതിൻ്റെ മുകളിൽ ചാടിക്കയറി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡാമിൻ്റെ മുകളിലെത്തും. കുറച്ചൊരു പണിയാണ്. ഇതുവഴി നടന്നങ്ങ് പോകണം. തിരിച്ചും അതുപോലെ തന്നെ. ഓ കുറച്ച് വെള്ളമേ ഉള്ളൂ കേട്ടോ. ഓ നല്ല രസമുണ്ട് കേട്ടോ അവിടെ കാണാൻ. അവിടെ നിന്ന് നല്ല വ്യൂ ഉണ്ട് കേട്ടോ. വെള്ളം കാണാം, തറയിൽ കുറച്ച് വെള്ളമുണ്ട്. ഇത് ഫുൾ അടച്ചിട്ടിരിക്കുകയാണ്. അതുവഴി ചാടിയിരിക്കണം അവന്മാർ പോയത്. അങ്ങനെ വിടത്തില്ലെന്ന് തോന്നുന്നു അകത്തോട്ട്. ഈ വെള്ളം കിടയാതാ തമ്പി, ഇത് വെള്ളം കിടയാതാ. മഴ പെയ്യുമ്പോൾ തായിരിക്കും അത് ഓവർഫ്ലോ പണി പോകുമ്പോൾ അവിടെ ഇருந்து போகும். அப்படி அந்த மலை அம்பலம் எது? முருகரா? என்ன பேர் அதுக்கு? திருமலை கோவில். அதுதானே നമ്മള അച്ഛൻ കോവിൽ വേറെ അല്ലേ? ഇത് തിരുമല കോവിൽ. ആ ശരി ശരി. இப்படியே போகணும். ஓ அப்படியே போகணும். சரி. அந்த ஊர் உங்கள் ஊர் எங்க? உங்க பேர் என்ன? பாலாஜி. இது வந்து ஃபாரஸ்ட் ஏரியா. அப்போ அப்படி ஃபாரஸ்ட் ஏரியா. சரி. மழை பெய்யறப்போ தண்ணி வரையில விடுவாங்க. இதுக்கு முன்னாடி விட்டாங்க, ஒருத்தங்க இறந்ததுனால விட மாட்டாங்க இப்போ. ஓ ஆரே. ஓ இறந்ததுனால ஏடா உங்க தாழ இல்லை வாரையில் சிக்கி இறந்துட்டாங்க. നല്ല അടിപൊളി ഇടി വിട്ടിട്ടുണ്ട്. കൊള്ളാം കേട്ടോ, സൂപ്പറാണ്. ഇതിൻ്റെ മേളിലോട്ട് കയറിയിട്ട് അവിടെ നിന്ന് കാണാൻ പറ്റുന്ന വ്യൂ ഒക്കെ. ആ പയ്യന്മാർ കൊള്ളാം, അമ്മമാരെല്ലാം പറഞ്ഞു. ആരോ മരണപ്പെട്ടു കേട്ടോ അവിടെ കുളിക്കാൻ ഇറങ്ങിയിട്ടേ. അപ്പോൾ അതിനുശേഷം അങ്ങോട്ട് കടത്തി വിടത്തില്ല. അല്ലായിരുന്നെങ്കിൽ അവിടെയും കൂടെയൊക്കെ നമുക്ക് പോകാമായിരുന്നു. അങ്ങനെ നമുക്ക് ഭാഗ്യമുണ്ടെന്ന് തോന്നുന്നു കേട്ടോ, എല്ലാം കാണാൻ പറ്റി. സാധാരണ ഇവിടെ കയറ്റി വിടത്തില്ലെന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ വന്നപ്പോഴത്തേക്കും ഫുൾ ഓപ്പൺ ആയിരുന്നു. ഈ നിൽക്കുന്ന ആരും ഇല്ലായിരുന്നു. പക്ഷെ നമ്മൾ ഈ മേളിലെത്തിയപ്പോഴത്തേക്കും 3 പയ്യന്മാർ അവിടെ ഉണ്ടായിരുന്നു. ആ പയ്യന്മാരാണ് പറഞ്ഞത് മേളിലോട്ട് കയറ്റി വിടൂലെന്ന്. അപ്പോൾ ഓൾറെഡി നമ്മൾ മേളിലെത്തിയില്ലേ, എന്തെങ്കിലും റിസ്ക് ഒക്കെ കാണും. പിന്നെ പയ്യൻ പറഞ്ഞില്ലേ അവിടെ ഇറങ്ങി ഇങ്ങനെ കുളിച്ചിട്ട് കുറച്ചുപേര് മരിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും. കാരണം എന്താ പറയുക, പെട്ടെന്ന് കാരണം റെസ്പോൺസിബിൾ ഇവരാണ്. കാരണം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റൊക്കെ ആയിരിക്കും. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പറ്റിയാലേ റെസ്പോൺസിബിൾ അവരാണല്ലോ. അപ്പോൾ അവർക്ക് അങ്ങനെ റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. നല്ല വ്യൂ ആയിരുന്നു കേട്ടോ, ടൂറിസ്റ്റും ഇല്ല. എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് ആ പാലത്തിൻ്റെ പണിയും കൂടെ നടക്കണോണ്ടേ എനിക്ക് തോന്നുന്നു ആ പാലം കടന്ന് ആരും ഇങ്ങോട്ട് വരുന്നില്ല എന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും അടിപൊളി സ്ഥലം കേട്ടോ, വെറുതെ റൈഡ്. നിങ്ങൾ എന്തായാലും ഒന്ന് വന്ന് ചെക്ക് ചെയ്ത് നോക്കെ. നമുക്കിങ്ങനെ പല ഡാമിലും ഇതുപോലെ മേളിൽ ചെന്ന് കാണാൻ ഉള്ള ഓപ്ഷൻ ഇല്ല. നമ്മൾ കേരളത്തിലാണെങ്കിലും ഇപ്പോൾ പലയിടത്തും എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പോൾ ചെങ്കോട്ടയിൽ നിന്ന് വളരെ അടുത്താണ് കേട്ടോ, ഒരു ½ an hour ഡ്രൈവ് മാത്രമേ ഉള്ളൂ ചെങ്കോട്ടയിൽ നിന്ന്. ഇപ്പോഴേ കാലാവസ്ഥ മൊത്തത്തിൽ മാറി കേട്ടോ. നല്ല മഴ. നമ്മളവിടെ മേളിൽ നിന്നപ്പോൾ ഇടിയൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. അതാണ്, ഒട്ടും വെള്ളമില്ല കേട്ടോ. വെള്ളം നല്ല പറ്റി കിടക്കാണ്. തറയിൽ കുറച്ച് വെള്ളം തറയിലുണ്ടെന്നുള്ളതല്ലാതെ വെള്ളമൊന്നുമില്ല. പക്ഷെ ഇവിടെ കഷ്ടപ്പാടെന്ന് ആലോചിക്കണം, എത്ര വെള്ളമേ ഉള്ളൂ. മനസ്സിലായില്ലേ? കൃഷി എന്തൊക്കെ പരിപാടി ഉണ്ട് ഇവിടെ. ഈ വലയ സൈഡിക്കണ ഈ അണ്ണനാണ് നമ്മളെ കയറ്റി വിട്ടത്. അണ്ണനെ തിരിച്ച് ഭാഗ്യത്തിന് വന്ന് അയാളുടെ ചോദിച്ചല്ലേ. ഞാൻ വിചാരിച്ചത് ഇത് പ്രൈവറ്റ് ഇങ്ങനെ സിമെൻ്റ് ഒക്കെ ഇട്ട് പോളിഷ് ചെയ്തിട്ടിരിക്കണപ്പോൾ ഞാൻ വിചാരിച്ചു പ്രൈവറ്റ് ആയിട്ടുള്ള റോഡായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ പുള്ളിയാണ് പറഞ്ഞ അകത്തോട്ട് കയറി പോകാൻ. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ട്. എന്താണ് ഇവിടുത്തെ സെറ്റപ്പ് എന്ന് എനിക്കിപ്പോഴും അറിഞ്ഞുകൂടാ. നിങ്ങൾ വരുമ്പോൾ കാണാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷെ എന്നാലും ട്രൈ ചെയ്ത് നോക്കൂ അല്ലേ. കാണാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ അവൾ ആദ്യം കണ്ടില്ലൊരു വ്യൂ, ആ വ്യൂ അടിപൊളിയാണ് കേട്ടോ. അത് വെർത്തിട്ടാണ്. അതിന്റെ അവിടെ നിന്നിട്ട് ഈ ഡാം നോക്കുമ്പോഴും നല്ല വ്യൂ റൈഡ് ജേണി മൊത്തത്തില്. അതെ, മൊത്തത്തിൽ പ്രത്യേകിച്ച് ആ 360 ഡിഗ്രി വ്യൂ കിട്ടിയത്. പിന്നെ ആ പയ്യൻ നമുക്ക് സജസ്റ്റ് ചെയ്തത് ആ കോവിൽ, കുമാരി കോവിലോ അല്ല, മുരുകനാണ് അവിടുത്തെ പ്രതിഷ്ഠ. കോവിലിന്റെ പേര് വേറെ, തിരുമല
അല്ല കറക്റ്റ് എനിക്ക് അറിഞ്ഞൂടാ. ഒരു മുരുകന്റെ പ്രതിഷ്ഠയുള്ള കോവിലാണ്, നല്ല കോവിലാണ്, നല്ല വ്യൂ ആണെന്നാണ് പയ്യൻ പറഞ്ഞത്. അവന്റെ നാട് അവിടെയാണെന്നാണ് പറഞ്ഞത്, നമ്മുടെ ബാലാജി. പേര് ബാലാജി ബാലാജി എന്നാണ് അവന്റെ പേര്. പറഞ്ഞു തന്നെയാണ് അവൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അവന്റെ നാട് അവിടെയാണ്, അവിടെ അടിപൊളിയാണ് ചേട്ടാ അങ്ങോട്ട് പോകാൻ. കൊള്ളാല്ലേ, നല്ല പിള്ളേര്. പാലം അമ്മു ലോറി പോണുണ്ട്, പക്ഷെ മണ്ണിന് ചെറിയ ഇളക്കമുണ്ട് കേട്ടാ. പിന്നെ അതുപോലെ അതോ മഴ പെയ്യാൻ പോണു. ഭാഗ്യത്തിന് നമ്മൾ രക്ഷപ്പെട്ട്. മഴ ചിലപ്പോ ഇത് ചെളിയായേനെ, കാരണം ഫുള്ള് ഇതാണ് മണ്ണാണ്. കണ്ട് എനിക്കറിയാം. ഇല്ല, ആ വണ്ടി പോയിട്ട് ഞാൻ പോവുള്ളൂ. അന്നാ മാറുങ്കോ ഞാൻ പോട്ടുങ്കോ. സത്യം പറഞ്ഞു കഴിഞ്ഞാലേ ഇപ്പൊ ഒരു ഡാം അവിടെ ഈ അടവി നൈനാർ ഡാം എന്ന് പറഞ്ഞ ഡാം ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു ഡാം അല്ലേ, ഡാം എന്ത് കാണാതിരിക്കണം എന്നുള്ള രീതിയിലാണ് മൈൻഡ് സെറ്റ് പോയത് കേട്ടോ. പക്ഷെ ഇപ്പൊ ഇവിടെ വന്നപ്പോഴാണ് ആ ഒരു ആംബിയൻസും ആ ഒരു ഇതൊക്കെ മനസ്സിലായത് കേട്ടോ. കൊള്ളാം കേട്ടോ, സൂപ്പർ പീസ്ഫുൾ, നല്ല സമാധാനം. മേളിലൊക്കെ നിൽക്കാൻ അടിപൊളിയാണ്. ഫാമിലി ആയിട്ടൊക്കെ വന്നാൽ എല്ലാവരും ആയിട്ട് ചില്ല് ചെയ്ത് ഇരിക്കാം മേളില്. നമ്മളെ കേരള വണ്ടികൾ ഒരുപാട് പറഞ്ഞുണ്ട് കേട്ടോ ഇങ്ങോട്ട്. ഇപ്പൊ വെക്കേഷനാണ്. ശരി. ഇത് അൺബീറ്റബിൾ സാധനം. അപ്പൊ നമ്മൾ തിരിച്ചിനി തെങ്കാശിയിലോട്ട് പോവാണ്. തെങ്കാശി അമ്പലം, പിന്നെ അവിടുത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമ്മുടെ അടവി നൈനാർ ഡാമിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള നല്ല നല്ല സ്ഥലങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അടുത്ത് പറയുക, നമുക്കത് എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് പറഞ്ഞായിരിക്കും. ഇറ്റ്സ് മെൽസ് സൈനിങ് ഓഫ്. ബൈ.